വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം. എനിക്ക് പുരോഹിത വൃത്തി ചെയ്യേണ്ടതിന് നിന്റെ സഹോദരനായ അഹറോനെയും അവനോടൊപ്പം അവന്റെ പുത്രന്മാരെയും, അതായത് അഹറോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ എന്നിവരെ ഇസ്രായേലുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കലേക്ക് നീ കൊണ്ടുവരിക. നിന്റെ സഹോദരൻ അഹറോന് മഹിമയ്ക്കും അലങ്കാരത്തിനുമായി നീ വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ ഉണ്ടാക്കണം. അഹറോൻ വിശുദ്ധിയുള്ളവനായി എനിക്ക് പുരോഹിത വൃത്തി ചെയ്യേണ്ടതിന് അവന്റെ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ജ്ഞാനാരൂപി നിറച്ചിട്ടുള്ള എല്ലാ ജ്ഞാനമതികളോടും നീ നിർദ്ദേശിക്കണം. അവർ ഉണ്ടാക്കേണ്ട വസ്ത്രങ്ങൾ ഉരസ്ത്രാണം, പ്രധാനയങ്കി, കുറിയങ്കി, നിലയങ്കി, ശിരോവസ്ത്രം, അരക്കെട്ട് എന്നിവയാണ്. എനിക്ക് പുരോഹിത വൃത്തി ചെയ്യേണ്ടതിന് നിന്റെ സഹോദരൻ അഹറോനും അവന്റെ പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ ഉണ്ടാക്കട്ടെ. അവർ സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, ചണനൂൽ എന്നിവ എടുക്കട്ടെ. അവർ പ്രധാനയങ്കി ഉണ്ടാക്കട്ടെ. സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവ കൊണ്ടുള്ള ഒരു വിദഗ്ധ നിർമ്മിതി. കൂട്ടി യോജിപ്പിക്കേണ്ടതിന് അതിൻ്റെ രണ്ടറ്റങ്ങളിൽ അതിന് 2 തോൾവാർ കുടുക്കുകൾ ഉണ്ടായിരിക്കണം. അവന്റെ പ്രധാന അങ്കിയുടെ നിർമ്മിതി പോലെ തന്നെ അതിന്മേലുള്ള അരക്കെട്ട് സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവയിൽ നിന്നായിരിക്കണം. നീ 2 ഗോമേതക രത്നങ്ങൾ എടുത്ത് അവയിൽ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം. അവരുടെ ജനനക്രമം അനുസരിച്ച് പേരുകളിൽ 6 എണ്ണം ഒന്നാമത്തെ രത്നത്തിലും ശേഷിക്കുന്ന 6 പേരുകൾ രണ്ടാമത്തെ രത്നത്തിലും. രത്നശില്പിയുടെ മുദ്രണക്രിയ ആ 2 രത്നങ്ങളെ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് ലിഖിത അലങ്കാരം ചെയ്യട്ടെ. സ്വർണ്ണ ചിത്രക്കൂട് ഘടിപ്പിച്ചാണ് നീ അവ തയ്യാറാക്കേണ്ടത്. ഇസ്രായേലിന്റെ പുത്രന്മാരുടെ സ്മാരക രത്നങ്ങളായി ആ 2 രത്നങ്ങൾ പ്രധാന അങ്കിയുടെ തോൾവാറുകളിൽ നീ പിടിപ്പിക്കണം. അവരുടെ പേരുകൾ കർത്താവിന്റെ മുൻപിൽ ഒരു സ്മാരകമായി അഹറോൻ തന്റെ 2 തോളുകളിലും വഹിക്കണം. സ്വർണചിത്ര തകിടുകൾ നീ ഉണ്ടാക്കണം. ശുദ്ധ സ്വർണത്തിന്റെ പിണച്ച 2 മാലകൾ ചരടുപണിയായി ഉണ്ടാക്കണം. ആ ചരടുമാലകൾ സ്വർണചിത്ര തകിടുകളിന്മേൽ വയ്ക്കണം. ന്യായവിധിയുടെ ഉരസ്ത്രാണം നീ ഉണ്ടാക്കണം. പ്രധാന അങ്കിയുടേതുപോലെ വിദഗ്ധ നിർമ്മിതിയായി നീ അതുണ്ടാക്കണം. സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവ കൊണ്ടാണ് നീ അതുണ്ടാക്കേണ്ടത്. അത് 2 മടക്കുള്ള ഒരു സമചതുരമായിരിക്കണം. അതിന്റെ നീളം 1 ചാൺ, അതിന്റെ വീതി 1 ചാൺ. അതിൽ പൂരണ രത്നത്തിന്റെ 4 നിരകളായി രത്നം സജ്ജീകരിക്കണം. മാണിക്യം, പുഷ്യരാഗം, വൈഢൂര്യം എന്നിവയുടെ നിരയാണ് 1-ാം നിര. 2-ാം നിര മരതകം, ഇന്ദ്രനീലം, വജ്രം. 3-ാം നിര പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. 4-ാം നിര പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. അവയുടെ സജ്ജീകരണങ്ങളിലെ തകിടുകൾ സ്വർണമായിരിക്കണം. ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് രത്നങ്ങൾ ഉണ്ടായിരിക്കണം. അവരുടെ പേരുകൾ അനുസരിച്ച് 12 ഗോത്രത്തിനായി ഓരോന്നിനും അതിന്റെ പേരനുസരിച്ച് മുദ്രണങ്ങൾ ഉണ്ടായിരിക്കണം. ഉരസ്ത്രാണത്തിന് വേണ്ടി ചരടുപണിയായി പിണച്ച മാലകൾ ഉണ്ടാക്കണം. അത് ശുദ്ധ സ്വർണമായിരിക്കണം. ഉരസ്ത്രാണത്തിന് വേണ്ടി 2 സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കണം. ആ 2 വളയങ്ങൾ ഉരസ്ത്രാണത്തിന്റെ 2 മൂലകളിൽ ഘടിപ്പിക്കണം. ഉരസ്ത്രാണത്തിന്റെ മൂലകളിലുള്ള 2 വളയങ്ങളിന്മേൽ 2 സ്വർണ്ണമാലകൾ പിടിപ്പിക്കണം. 2 മാലകളുടെയും 2 അറ്റങ്ങൾ സ്വർണചിത്ര തകിടുകളിൽ നീ ഘടിപ്പിക്കണം. അവ പ്രധാന അങ്കിയുടെ തോൾവാറുകളിന്മേൽ മുൻഭാഗത്തായി ബന്ധിക്കണം. നീ 2 സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കി ഉരസ്ത്രാണത്തിന്റെ ഉൾഭാഗത്ത് പ്രധാന അങ്കിയുടെ എതിരെയുള്ള 2 കീഴ്മൂലകളിൽ അവ ഘടിപ്പിക്കണം. നീ 2 സ്വർണ്ണ വളയങ്ങൾ നിർമ്മിച്ച് പ്രധാന അങ്കിയുടെ തോൾവാറുകളുടെ താഴേക്ക് അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് കുടുക്കിനോട് ചേർത്ത് പ്രധാന അങ്കിയുടെ അരക്കെട്ടിന് മുകളിലായി അവ പിടിപ്പിക്കണം. ഉരസ്ത്രാണം പ്രധാന അങ്കിയുടെ അരക്കെട്ടിന് മേൽ ആയിരിക്കുന്നതിനും
പ്രധാന അങ്കിയിൽ നിന്ന് അത് സ്ഥാനം തെറ്റാതിരിക്കുന്നതിനും ഒരസ്ത്രാണം അതിന്റെ വളയങ്ങളിൽ നിന്ന് പ്രധാന അങ്കിയുടെ വളയങ്ങളിലേക്ക് ഒരു നീല ചരട് കൊണ്ട് അവർ ബന്ധിക്കട്ടെ. അഹറോൻ വിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിരന്തര സ്മരണയാകേണ്ടതിന് ന്യായവിധിയുടെ ഒരു സ്ത്രാണത്തിൽ തന്റെ വക്ഷസിൽ അവൻ വഹിക്കണം. ന്യായവിധിയുടെ ഒരു സ്ത്രാണത്തിലേക്ക് നീ ഉറിയും തുമ്മിയും തിരുകണം. കർത്താവിന്റെ മുമ്പിൽ പ്രവേശിക്കുമ്പോൾ അഹറോന്റെ വക്ഷസിൽ അവ ഉണ്ടായിരിക്കണം. അഹറോൻ തന്റെ മാറിൽ ഇസ്രായേലിനെ സംബന്ധിച്ച ന്യായവിധി കർത്താവിന്റെ മുമ്പിൽ നിരന്തരം വഹിക്കട്ടെ. പ്രധാന അങ്കിയുടെ കുറിയ അങ്കി കടും നീലയായി നീ ഉണ്ടാക്കണം. അതിന്റെ മധ്യത്തിലായി ശിരസിനുള്ള ദ്വാരമുണ്ടായിരിക്കണം. അത് കീറാതിരിക്കുവാൻ ദ്വാരത്തിനു ചുറ്റും നാട ഉണ്ടായിരിക്കണം. അതിന് കുപ്പായ കഴുത്തുപോലെ നെയ്ത്തുപണിയും ഉണ്ടായിരിക്കണം. അതിന്റെ വിളുമ്പുകളിൽ സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ കൊണ്ട് മാതൃനാരങ്ങങ്ങൾ ഉണ്ടാക്കണം. അതിനു ചുറ്റും വിളുമ്പുകളിൽ തന്നെ ആയിരിക്കണം. അവയ്ക്കിടയിൽ ചുറ്റും സ്വർണ്ണമണികൾ വേണം. നിലയങ്കിയുടെ വിളുമ്പുകളിൽ ചുറ്റും ഒരു സ്വർണ്ണമണി, ഒരു മാതൃനാരങ്ങ എന്നീ ക്രമത്തിൽ. ശുശ്രൂഷിക്കുന്നതിന് അത് അഹറോന്റെ മേൽ ഉണ്ടായിരിക്കണം. വിശുദ്ധ സ്ഥലത്ത് കർത്താവിന്റെ സന്നിധിയിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവന്റെ സ്വരം കേൾക്കപ്പെടണം. അങ്ങനെ അവൻ മരിക്കാതിരിക്കട്ടെ. ശുദ്ധ സ്വർണത്തിന്റെ ഒരു പുഷ്പ കിരീടം ഉണ്ടാക്കി കർത്താവിന് പരിശുദ്ധനെന്ന ലിപികൾ നീ അതിന്മേൽ കൊത്തിവെക്കണം. അത് ശിരോവസ്ത്രത്തിന്മേലായിരിക്കത്തക്ക വിധം നീ ഒരു നീല ചരടിന്മേൽ ബന്ധിക്കണം. ശിരോവസ്ത്രത്തിന്റെ മുൻവശത്തേക്കായിരിക്കണം അത് അഹറോന്റെ നെറ്റിയിൽ ഉണ്ടായിരിക്കണം. ഇസ്രായേലിയർ വേർതിരിച്ച വിശുദ്ധ വസ്തുക്കളുടെ, അതായത് അവരുടെ എല്ലാ വിശുദ്ധ സമർപ്പണങ്ങളുടെയും കുറവുകൾ അഹറോൻ ഏറ്റെടുക്കട്ടെ. അവ കർത്താവിന്റെ മുമ്പിൽ സ്വീകാര്യമാകേണ്ടതിന് അത് അഹറോന്റെ നെറ്റിയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. വരയുള്ള ഒരു നിലയങ്കി നീ ചണം കൊണ്ട് നെയ്തെടുക്കണം. ചണത്തിന്റെ ഒരു ശിരോവസ്ത്രം ഉണ്ടാക്കണം. ചിത്രത്തുന്നൽ പണിയുള്ള ഒരു അരക്കെട്ടും ഉണ്ടാക്കണം. അഹറോന്റെ പുത്രന്മാർക്ക് വേണ്ടി നീ നിലയങ്കിയിൽ ഉണ്ടാക്കണം. അവർക്ക് വേണ്ടി അരപ്പട്ടൽ ഉണ്ടാക്കണം. അവർക്ക് മഹിമയ്ക്കും അലങ്കാരത്തിനുമായി തലപ്പാവുകളും നിർമ്മിക്കണം. നിന്റെ സഹോദരനായ അഹറോനെയും അവനോടൊപ്പം അവന്റെ പുത്രന്മാരെയും നീ ഇവ അണിയിക്കണം. നീ അവരെ അഭിഷേകം ചെയ്യണം, പ്രതിഷ്ഠിക്കണം, വിശുദ്ധീകരിക്കണം. അങ്ങനെ അവർ എനിക്ക് പുരോഹിതരായിരിക്കട്ടെ. അവരുടെ നഗ്ന ശരീരം മറയ്ക്കാൻ ചണത്തിന്റെ കാൽശരായികൾ ഉണ്ടാക്കുക. അവ അര മുതൽ തുട വരെ എത്തുന്നതായിരിക്കണം. അഹറോനും അവന്റെ പുത്രന്മാരും സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുവാൻ ബലിപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ അവർ കുറ്റക്കാരാകാതിരിക്കാനും മരിക്കാതിരിക്കുവാനും അവരുടെ മേൽ അതുണ്ടായിരിക്കണം. ഇത് അവനും അവന് ശേഷം അവന്റെ സന്തതിക്കും ഒരു ശാശ്വത ചട്ടമാണ്. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം. എനിക്ക് പുരോഹിത വൃത്തി ചെയ്യേണ്ടതിന് അവരെ വിശുദ്ധീകരിക്കുവാൻ അവരോട് നീ ചെയ്യേണ്ട കാര്യം ഇതാണ്. നീ ഒരു മൂരിക്കിടാവിനെയും തികവുറ്റ് 2 മുട്ടാടിനെയും എടുക്കുക. പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത വട, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അട എന്നിവ ഗോതമ്പിന്റെ നേരിയ മാവ് കൊണ്ട് നീ ഉണ്ടാക്കണം. നീ അവ ഒരു കുട്ടയിൽ വെച്ച് കുട്ടസഹിതം അവ സമർപ്പിക്കണം. ഒപ്പം മോരിയെയും 2 മുട്ടാടുകളെയും. അഹറോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ കവാടത്തിൽ കൊണ്ടുവന്ന് നീ അവരെ വെള്ളം കൊണ്ട് ക്ഷാളനം ചെയ്യണം. അങ്കി, പ്രധാന അങ്കിയുടെ നിലയങ്കി, പ്രധാന അങ്കി, ഉരസ്ത്രാണം എന്നീ വസ്ത്രങ്ങൾ എടുത്ത് അഹറോനെ നീ അണിയിക്കണം. പ്രധാന അങ്കിയുടെ അലങ്കൃത കെട്ടുകൊണ്ട് നീ അവനെ അരമുറുക്കണം. അവന്റെ ശിരസിന്മേൽ നീ ശിരോവസ്ത്രം വയ്ക്കണം. ശിരവസ്ത്രത്തിന്മേൽ വിശുദ്ധ കിരീടം അണിയിക്കണം. അഭിഷേക തൈലം എടുത്ത് അവന്റെ ശിരസിലൊഴിച്ച് നീ അവന് അഭിഷേകം ചെയ്യണം. അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അവരങ്കികൾ ധരിപ്പിക്കണം. അവർക്ക് അഹറോനും അവന്റെ പുത്രന്മാർക്കും നീ അരപ്പട്ട കെട്ടണം. നീ അവർക്ക് തലപ്പാവ് ചുറ്റണം. ശാശ്വത ചട്ടം വഴി പൗരോഹിത്യം അവരുടേതായിരിക്കും. നീ അഹറോനെയും അവന്റെ പുത്രന്മാരെയും പ്രതിഷ്ഠിക്കണം. മൂരിയെ സമാഗമ കൂടാരത്തിന് മുമ്പിൽ നീ കൊണ്ടുവരണം. അഹറോനും അവന്റെ പുത്രന്മാരും മൂരിയുടെ തലയിൽ അവരുടെ കൈകൾ ഊന്നണം. കർത്താവിന്റെ മുമ്പിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് മൂരിയെ അറക്കണം. നിന്റെ വിരൽ കൊണ്ട് മൂരിയുടെ രക്തത്തിൽ നിന്നെടുത്ത്
ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. രക്തം മുഴുവൻ ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. കുടൽ പൊതിയുന്ന മേധസ് മുഴുവനും, കരളിന്മേലുള്ള കൊഴുപ്പ് പാളിയും ഇരുവൃക്കകളും അവയുടെ മേലുള്ള മേധസ്സും എടുത്ത് നീ ബലിപീഠത്തിന്മേൽ ധൂമിക്കണം. എന്നാൽ മൂരിയുടെ മാംസവും അതിന്റെ തോലും ചാണകവും അഗ്നിയിൽ പാളയത്തിന് പുറത്ത് ദഹിപ്പിക്കണം. ഇത് പാപയാഗമാണ്. നീ ഒരു മുട്ടാടിനെ എടുക്കണം. അഹരോനും അവന്റെ പുത്രന്മാരും തങ്ങളുടെ കരങ്ങൾ മുട്ടാടിന് തലയിൽ വയ്ക്കണം. നീ മുട്ടാടിനെ അറുത്ത് അതിന്റെ രക്തമെടുത്ത് ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. മുട്ടാടിന്റെ കഷ്ണങ്ങളായി മുറിച്ച് അതിന്റെ ആന്തരഭാഗങ്ങളും കാൽവണ്ണകളും കഴുകി കഷ്ണങ്ങളുടെ മേലും തലയുടെ മേലും വയ്ക്കണം. മുട്ടാടിനെ മുഴുവൻ നീ ബലിപീഠത്തിന്മേൽ ധൂമമാക്കണം. ഇത് കർത്താവിന് ഹോമയാഗമാണ്. കർത്താവിന് സുരഭില പരിമളമായ അഗ്നിയാഗമാണിത്. രണ്ടാമത്തെ മുട്ടാടിനെ നീ എടുക്കണം. അഹരോനും അവന്റെ പുത്രന്മാരും അവരുടെ കൈകൾ മുട്ടാടിന് തലയിൽ വയ്ക്കണം. നീ മുട്ടാടിനെ അറുത്ത് അതിന്റെ രക്തത്തിൽ നിന്നെടുത്ത് അഹരോന്റെ കീഴ്ക്കാതിലും അവന്റെ പുത്രന്മാരുടെ വലത്ത് കീഴ്ക്കാതിലും അവരുടെ വലത് കൈയുടെ തള്ളവിരലിലും വലത് കാലിന്റെ പെരുവിരലിലും പുരട്ടണം. രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. ബലിപീഠത്തിന്മേലുള്ള രക്തത്തിൽ നിന്നും അഭിഷേക തൈലത്തിൽ നിന്നും എടുത്ത് അഹരോന്റെ മേലും അവൻ വസ്ത്രങ്ങളിന്മേലും അവനോടൊപ്പം അവന്റെ പുത്രന്മാരുടെ മേലും അവരുടെ പുത്രന്മാരുടെ വസ്ത്രങ്ങളിന്മേലും തളിക്കണം. അവനും അവന്റെ വസ്ത്രങ്ങളും അവനോടൊപ്പം അവന്റെ പുത്രന്മാരും അവന്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളും അങ്ങനെ വിശുദ്ധമാകും. മുട്ടാടിൽ നിന്ന് മേധസ്സും കൊഴുത്ത വാലും കുടൽ പൊതിയുന്ന മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പ് പാളിയും ഇരുവൃക്കകളും അവയുടെ മേലുള്ള മേധസ്സും മുട്ടാടിന്റെ വലത് കുറകും നീ എടുക്കണം. കാരണം പ്രതിഷ്ഠാപനയാഗത്തിന്റെ മുട്ടാടാണത്. കർത്താവിന്റെ സന്നിധിയിലുള്ള പുളിപ്പില്ലാത്ത അപ്പങ്ങളുടെ കുട്ടയിൽ നിന്ന് ഒരു അപ്പം, ഒരു എണ്ണവട, ഒരു അട എന്നിവയെല്ലാം അഹരോന്റെ കൈക്കുമ്പിളിലും അവന്റെ പുത്രന്മാരുടെ കൈക്കുമ്പിളിലും നീ വയ്ക്കണം. അവയെ കർത്താവിന്റെ സന്നിധിയിൽ നീരാജനം ഒഴിയണം. അവരുടെ കയ്യിൽ നിന്ന് നീ അവ എടുത്ത് ഹോമയാഗത്തിന്മേൽ ബലിപീഠത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രസാദകരമായ ധൂമമാക്കി സുഗന്ധാർപ്പണം ചെയ്യണം. ഇത് കർത്താവിന് അഗ്നിയാഗമാണ്. അഹരോന് വേണ്ടിയുള്ള പ്രതിഷ്ഠാപനയാഗത്തിന്റെ മുട്ടാടിൽ നിന്ന് നെഞ്ചെടുത്ത് അത് കർത്താവിന്റെ സന്നിധിയിൽ നീ നീരാജനം ഒഴിയണം. അതായിരിക്കും നിനക്കുള്ള വിഹിതം. പ്രതിഷ്ഠാപനയാഗത്തിനുള്ള മുട്ടാടിൽ നിന്ന് അഹരോന് വേണ്ടിയുള്ളതിൽ നിന്നും അവന്റെ പുത്രന്മാർക്ക് വേണ്ടിയുള്ളതിൽ നിന്നും നീരാജനം ചെയ്യപ്പെട്ടതും സമർപ്പിക്കപ്പെട്ടതുമായ നീരാജന നെഞ്ചും കാണിക്കക്കുറകും നീ മാറ്റിവെക്കണം. ഇസ്രായേൽക്കിടയിൽ അഹരോനും അവന്റെ പുത്രന്മാർക്ക് വേണ്ടിയുള്ള ശാശ്വത ചട്ടമാണിത്. കാരണം ഇതൊരു കാണിക്കയാണ്. ഇസ്രായേലിൽ നിന്ന് കർത്താവിനുള്ള അവരുടെ സമാധാന ബലികളിൽ നിന്നുള്ള കാണിക്കയായിരിക്കട്ടെ ഈ സമർപ്പണം. അഹരോനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ അവന് ശേഷം അവന്റെ പുത്രന്മാർക്കുള്ളതായിരിക്കും. അവരുടെ അഭിഷേകത്തിനും പ്രതിഷ്ഠാപനത്തിനും വേണ്ടിയുള്ളതാണവ. അവന്റെ പുത്രന്മാരിൽ നിന്ന് അവന്റെ സ്ഥാനത്ത് വിശുദ്ധ സ്ഥലത്ത് സൂക്ഷിക്കുവാൻ സമാഗമ കൂടാരത്തിലേക്ക് പോകുന്ന പുരോഹിതൻ 7 ദിവസം അവ ധരിക്കണം. പ്രതിഷ്ഠാപനയാഗത്തിന്റെ മുട്ടാടിനെ എടുത്ത് അതിന്റെ മാംസം വിശുദ്ധമായൊരു സ്ഥലത്ത് നീ പാകം ചെയ്യണം. ആ മുട്ടാടിന്റെ മാംസവും കുട്ടയിലെ അപ്പവും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അഹരോനും പുത്രന്മാരും ഭക്ഷിക്കണം. തങ്ങളെ പ്രതിഷ്ഠിക്കാനും വിശുദ്ധീകരിക്കാനുമായി തങ്ങൾക്ക് വേണ്ടി പരിഹാരാർപ്പണം ചെയ്യപ്പെട്ടവ അവർ തന്നെ ഭക്ഷിക്കണം. എന്നാൽ അവ വിശുദ്ധ വസ്തുവാകയാൽ അന്യർ ഭക്ഷിക്കരുത്. പ്രതിഷ്ഠാപനയാഗത്തിന്റെ മാംസത്തിൽ നിന്നും അപ്പത്തിൽ നിന്നും പ്രഭാതം വരെ അവശേഷിച്ചാൽ ആ ശിഷ്ടഭാഗം നീ അഗ്നിയിൽ ദഹിപ്പിക്കണം. അത് ഭക്ഷിക്കാൻ പാടില്ല, കാരണം അത് വിശുദ്ധ വസ്തുവാണ്. ഞാൻ നിന്നോട് കൽപ്പിച്ചതനുസരിച്ച് എല്ലാം അതേപോലെ അഹരോനോടും അവന്റെ പുത്രന്മാരോടും നീ ചെയ്യണം. 7 ദിവസത്തേക്ക് നീ അവരെ പ്രതിഷ്ഠിക്കണം. ഓരോ ദിവസവും പാപയാഗത്തിനുള്ള ഒരു മൂരിയെ പരിഹാരമായി നീ അർപ്പിക്കണം. ബലിപീഠത്തിന്മേലുള്ള നിന്റെ പരിഹാര അർപ്പണം കൊണ്ട് നീ അതിന് പാപശുദ്ധി വരുത്തണം. പവിത്രീകരിക്കാനായി അതിനെ അഭിഷേകം ചെയ്യുകയും വേണം. 7 ദിവസം ബലിപീഠത്തിന്മേൽ അതിനെ ശുദ്ധീകരിക്കാനായി നീ പരിഹാര കർമ്മം ചെയ്യണം. അങ്ങനെ ബലിപീഠം അതിവിശുദ്ധമാകും. ബലിപീഠത്തിൽ സ്പർശിക്കുന്നതെല്ലാം പവിത്രമാകും. ബലിപീഠത്തിന്മേൽ നീ സമർപ്പിക്കേണ്ടത് ഇതാണ്:
ദിവസവും മുടങ്ങാതെ 1 വയസ്സുള്ള 2 ആട്ടിൻകുട്ടികൾ. ഒന്നാമത്തെ ആട്ടിൻകുട്ടിയെ പ്രഭാതത്തിൽ നീ അർപ്പിക്കണം. രണ്ടാമത്തെ ആട്ടിൻകുട്ടിയെ സായം സന്ധ്യയിൽ അർപ്പിക്കണം. ഒന്നാമത്തെ ആട്ടിൻകുട്ടിയോടൊപ്പം 4/1 ഹിൻ ആട്ടിയ എണ്ണ ചേർത്ത 1 ഇസറോൻ നേരിയ മാവും 4/1 ഹിൻ വീഞ്ഞു നിവേദ്യവും വേണം. രണ്ടാമത്തെ ആട്ടിൻകുട്ടിയെ നീ സായം സന്ധ്യയിൽ അർപ്പിക്കണം. നീ അതിനോട് പ്രഭാത സമർപ്പണം പോലെയും അതിലെ പാനീയ നിവേദ്യം പോലെയും ചെയ്യണം. അത് കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണവും കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ നിങ്ങളുടെ തലമുറകൾക്കുള്ള അനുദിന ഹോമയാഗവുമാണ്. അവിടെ വച്ചായിരിക്കും ഞാൻ നിങ്ങളുമായി സമാഗമിക്കുകയും നിന്നോട് സംസാരിക്കുകയും ചെയ്യുന്നത്. അവിടെ ഞാൻ ഇസ്രായേലരുമായി സമാഗമിക്കും. എൻ്റെ മഹത്വത്താൽ അത് വിശുദ്ധീകരിക്കപ്പെടും. സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ വിശുദ്ധമാക്കും. എനിക്ക് പുരോഹിത വൃത്തി ചെയ്യുവാൻ അഹറോനെയും പുത്രന്മാരെയും ഞാൻ പവിത്രീകരിക്കും. ഇസ്രായേലരുടെ മധ്യേ ഞാൻ വസിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അവരുടെ മധ്യേ വസിക്കുവാൻ ഈജിപ്ത് ദേശത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് അവർ അറിയും. ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ്. 56-ാം സങ്കീർത്തനം. ദൈവമേ, എന്നിൽ കനിയണമേ, എന്തെന്നാൽ മർത്യൻ എന്നെ ചവിട്ടി മെതിക്കുന്നു. ദിവസം മുഴുവനും പോരാളി എന്നെ പീഡിപ്പിക്കുന്നു. എനിക്കായി പതിയിരിക്കുന്നവർ ദിവസം മുഴുവൻ ആർത്തിക്കൊണ്ടിരിക്കുന്നു. സമുന്നതനെ, അനേകർ എന്നോട് പോരാടുന്നു. ഭയപ്പെടുന്ന ദിവസം ഞാൻ അങ്ങിൽ ആശ്രയിക്കും. ദൈവത്തിൽ ആരുടെ വചനം ഞാൻ സ്തുതിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? അവർ ദിവസം മുഴുവനും എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നു. അവരുടെ പദ്ധതികൾ അത്രയും എനിക്കെതിരെ തിന്മയ്ക്കാണ്. അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു. അവർ എൻ്റെ ജീവൻ കാംക്ഷിച്ച് എൻ്റെ കാലടികൾ നിരീക്ഷിക്കുന്നു. ദുഷ്കൃത്യത്തോടൊപ്പം അവർക്ക് ഒരുവിധ രക്ഷപ്പെടലും ഇല്ലല്ലോ. ദൈവമേ, കോപത്തിൽ ജനങ്ങളെ താഴ്ത്തണമേ. എൻ്റെ അലച്ചിൽ അങ്ങയുടെ ഗ്രന്ഥത്തിൽ അങ്ങ് കുറിച്ചിട്ടുള്ളതല്ലേ. എൻ്റെ കണ്ണീർ അങ്ങയുടെ തോൽക്കുടത്തിൽ അങ്ങ് ശേഖരിച്ചിട്ടുണ്ട്. അതിനാൽ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദിവസം എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. അങ്ങനെ ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരുടെ വചനം സ്തുതിക്കുന്നുവോ ആ ദൈവത്തിൽ, ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ, അതെ, ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? ദൈവമേ, അങ്ങേക്ക് ഞാൻ കടപ്പെട്ട നേർച്ചകൾ അങ്ങേക്കുള്ള കൃതജ്ഞതായാഗങ്ങളായി ഞാൻ നിറവേറ്റും. എന്തെന്നാൽ ഞാൻ ജീവിക്കുന്നവരുടെ പ്രകാശത്തിൽ ദൈവസന്നിധിയിൽ നടക്കേണ്ടതിന് വീഴ്ചയിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കാലുകളെയല്ലേ, മരണത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെയും. 57-ാം സങ്കീർത്തനം. എന്നിൽ കനിയണമേ, ദൈവമേ, എന്നിൽ കനിയണമേ. വിനാശങ്ങൾ കടന്നു പോകുവോളം അങ്ങിലാണല്ലോ എൻ്റെ ആത്മാവ് അഭയം തേടുന്നത്. അങ്ങേ ചിറകുകളുടെ തണലിലാണല്ലോ ഞാൻ ശരണം പ്രാപിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തെ, എനിക്കായി എല്ലാം നിറവേറ്റുന്ന തമ്പുരാനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ആളയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവനെ അവിടുന്ന് അപമാനിക്കും. ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. എൻ്റെ ആത്മാവെ, മനുഷ്യമക്കളെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ ശയിക്കുന്നത്. അവയുടെ പല്ലുകൾ കുന്തവും അമ്പുകളുമാണ്. അവയുടെ നാവ് മൂർച്ചയുള്ള വാളാണ്. ദൈവമേ, അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമി മുഴുവൻ മേലും. അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു. എൻ്റെ മനസ്സിടിഞ്ഞു പോയി. അവർ എൻ്റെ മുമ്പിൽ കുഴി കുഴിച്ചു, അതിൽ സ്വയം നിബന്ധിച്ചു. എൻ്റെ ഹൃദയം സ്ഥിരതയുള്ളതാണ്. ദൈവമേ, എൻ്റെ ഹൃദയം സ്ഥിരതയുള്ളതാണ്. ഞാൻ ഗീതം ആലപിച്ച് പ്രകീർത്തിക്കും. എൻ്റെ ഉള്ളമേ ഉണരുക, വീണയെ കിന്നരമേ ഉണരുക. ഞാൻ ഉഷസ്സിനെ ഉണർത്തട്ടെ. നാഥ, ജനങ്ങൾക്കിടയിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. ജനപദങ്ങൾക്കിടയിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. എന്തെന്നാൽ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം വലുതാണ്, അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും. ദൈവമേ, അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമി മുഴുവൻ മേലും ആകട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ.
അനന്തരം അവൻ സ്വഭവനത്തിലേക്ക് വന്നു. ജനങ്ങൾ വീണ്ടും വന്നു കൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. അവന്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടു പോകുവാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നെന്ന് അവർ പറഞ്ഞിരുന്നു. ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബേൽസബൂൽ ആവേശിച്ചിരിക്കുന്നു. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. അവൻ അവരെ അടുത്തു വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താന് എങ്ങനെയാണ് സാത്താന് പുറത്താക്കാൻ കഴിയുക? അന്തഃഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുക സാധ്യമല്ല. അന്തഃഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുക സാധ്യമല്ല. തനിക്ക് തന്നെ എതിരായി നിൽക്കുകയും ഭിന്നിക്കുകയും ചെയ്താൽ സാത്താന് നിലനിൽക്കുക സാധ്യമല്ല. മറിച്ച് അത് അവന്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം അവനെ ബന്ധിക്കണം. അനന്തരം അവന്റെ വീട് കവർച്ച ചെയ്യാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും മോചിപ്പിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. എന്തെന്നാൽ അവന് അശുദ്ധാത്മാവുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. യേശുവിൻ്റെ അമ്മയും സഹോദരരും. അവന്റെ അമ്മയും സഹോദരന്മാരും വന്നു. അവർ പുറത്തു നിന്നുകൊണ്ട് അവൻ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും പുറത്ത് നിന്നെ അന്വേഷിക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ